ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫാമിലി ട്രിപ്പാണ്. നമ്മൾ പുറത്ത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ വൈബിങ്ങിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു അമ്പലത്തിൽ പോകുന്ന ലൊക്കേഷൻ. ഇത് നമ്മുടെ ട്രിപ്പിൽ നമ്മൾക്കില്ലായിരുന്നു, ഐറ്റിനറിയും നമുക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവറായിട്ട് നിർത്തിയതായിരിക്കും. പിന്നെ ഒരു അമ്പലത്തിൽ പോകുന്ന തുടങ്ങുന്നത് നല്ലതാണല്ലോ. അപ്പം നമ്മളങ്ങനെ ഫസ്റ്റ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ ഇറങ്ങി. അവിടെ ഇറങ്ങി നമ്മൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നു, ഓരോ ഫാമിലിയും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിച്ചു. അത് ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. അമ്മ ഇഡ്ഡലി സാമ്പാറും പിന്നെ ചക്കപ്പൊക്കെ കൊണ്ടുവന്നു, പിന്നെ ഉണ്ണിയപ്പം കൊണ്ടുവന്നു മാമി. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചത് അവിടുത്തെ പുഴയാണ് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പുള്ളൊരു പുഴയാണ്. ഞാൻ ട്രിപ്പ് വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. അച്ഛൻ്റെ ഫാമിലി കസിൻസ്, വല്യച്ഛൻ വല്യമ്മ ഇവരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേച്ചിമാർ അനിയത്തിമാർ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് തെന്മല ഡാമിലോട്ടാണ്. നമ്മുടെ ലൊക്കേഷൻസൊക്കെ നമ്മൾ വേറെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഏതാണ്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു സ്ഥലം മാത്രം നമ്മൾ ശാമ്പ്രാണിക്കൂടി മാത്രം കട്ട് ചെയ്തു, കാരണം അത് പോയിട്ട് ഒത്തിരി തിരിച്ച് വരണം. അപ്പം നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ലൊക്കേഷൻസ് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം ഇത് തെന്മല ഡാമിലാണ്. തെന്മല ഡാം നല്ല വ്യൂ ആയിരുന്നു. പിന്നെ വെള്ളം കുറവായിരുന്നു, നമ്മൾ പോയ സമയത്ത് വെള്ളം കുറവായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി, നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടി. അവിടെ മറ്റേ കൊട്ടവഞ്ചിയിൽ ബോട്ടിംഗ് ഉണ്ട്, അത് നമ്മൾ വിളിച്ചു. പക്ഷെ നമുക്കത് അത്ര സേഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല. കൊട്ടവഞ്ചിയിൽ ബോട്ടിംഗ് വേണ്ട, നമ്മൾ എന്തായാലും എക്കോ ടൂറിസത്തിൽ പോയിട്ട് ബോട്ടിങ്ങിന് പോകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് പോയില്ല. അവിടെ നമ്മൾ നേരെ എത്തിയ തെന്മല എക്കോ ടൂറിസത്തിലാണ്. ഇതാണ് തെന്മല എക്കോ ടൂറിസം, ഡാമിൻ്റെ ഫ്രണ്ട് പേജാണ്. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുക. കുറച്ച് പേര് ഡിയർ പാർക്കിൽ പോയി. നമ്മൾ പോയില്ല, 3 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കൾച്ചറൽ സോണ്, ഒന്ന് ലെഷർ സോണ്, ഒന്ന് അഡ്വഞ്ചറസ് സോണ്. നമ്മൾ കുറച്ച് പേര് അഡ്വഞ്ചറസ് സോണും ലെഷർ സോണാണ് എടുത്തത്. കാരണം ഒരു ദിവസം ഫുള്ള് നിന്നാലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ളത് അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ 2 ഇണക്കുരുവികളെ കിട്ടും. ഇവർ തമ്മിൽ എന്തോ നല്ല പരിചയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബിലോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അവർ തമ്മിൽ നല്ല സാമ്യം നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രശ്നം നമ്മൾ ലെഷർ സോണിൽ നമുക്ക് താഴെ കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സസ്പെൻഷൻ ബ്രിഡ്ജിലെത്താൻ പറ്റും. പക്ഷെ നമ്മൾ അമ്മയും വല്യമ്മയും എല്ലാം കൊണ്ട് നമ്മളൊരു കുറേ ദൂരം നടന്നിട്ട് നമ്മളിങ്ങനെ വളഞ്ഞവിടെ തുടയാണ് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവർ നേരത്തെ അവിടെ എത്തി. നമ്മളുണ്ടല്ലോ, നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പിറകെ നടന്നപ്പോൾ ലേറ്റായി. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നടക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ അമ്മയും വല്യമ്മയും കൊണ്ടൊക്കെ നമ്മൾ നടത്തിച്ചേട്ടാ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജിലെത്തി. ഇത് കാണാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം നമ്മൾ നടന്നത്. പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഫുള്ള് നമുക്ക് നടക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ചൊരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പൊളിഞ്ഞെങ്ങാനും ഇരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ മനോജാണ് കേട്ടോ. മനോജയുടെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ലീവിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രിപ്പ് പോകണം, അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷേ അത് സെറ്റായിരുന്നു. പാവം വയ്യായി, അമ്മയ്ക്ക് വയ്യ കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ട്രിപ്പിൻ്റെ മൂഡിൽ നമ്മൾ പനിയെല്ലാം മറന്നാണ് വന്നത്. അവിടെ നിന്ന് പിന്നെ ഇതാണ് ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. സെൽഫി വീഡിയോ ഇങ്ങനെ ഇറങ്ങിക്കോ, എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കോ. വേണ്ട, നിങ്ങളിങ്ങനെ വാ നടന്നോ. ആ ശരി തിരിച്ചടക്കാം. എൻ്റെ വീഡിയോഗ്രാഫി ഐഡിയ എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, അവർക്ക് മനസ്സിലായില്ല. മനസ്സിലാകാത്ത മാത്രമല്ല, പാലത്തിൽ കുറച്ചുകൂടെ വീതി വേണമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി എൻ്റെ വീഡിയോ ഞാൻ ഓഫ് ചെയ്ത് ഫ്രണ്ടിലോട്ട് നടക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവനാണ് ബാലു, പിറകിൽ നിൽക്കുന്നതാണ് ആർച്ച, അത് ഭാഗ്യലക്ഷ്മി. ഇതൊക്കെ ഒരേ വൈബാണ്. ഒരു പാലത്തിൽ ഒരു സമയം 5 പേർക്ക് കയറാൻ പറ്റും. ഇവർ ഇത്രയും പേര് ബോട്ടിങ്ങിന് പോയി. ഇത് ബോട്ടിങ്ങിന് പോയ ഫോട്ടോസാണ്. ഞാൻ ബോട്ടിങ്ങിന് പോയില്ല, നമ്മളെടുത്ത സോണ് വേറെ ആയിരുന്നു. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിടത്തുള്ള വ്യൂ ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിടത്ത് നമുക്ക് ദൂരെ ട്രെയിൻ പോകുന്നത് കാണാം. നല്ല വ്യൂ ആയിരുന്നു. അത് എന്തോ പാലരുവി എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ ആണ് പോണത്. കൊല്ലം പാലരുവി എക്സ്പ്രസ് ആണ് പോണത്. നല്ല കിഡിലം ഫുഡായിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി. നല്ല പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.